ഹലോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. പറയുന്നതിന് മുൻപ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നെങ്കിലോ എൻ്റെ ദൈവമേന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു മുറിയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഞാൻ അനുഭവിച്ച ഒരു 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 പ്രത്യേകതരമായിട്ടുള്ള ഒരു ഡാർക്ക്നെസ് എൻ്റെ ലൈഫിൽ, അത് എനിക്കത് പറയാൻ പറ്റുന്നില്ല. അതൊരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്നുവെച്ചാൽ അവിടെ എനിക്ക് പ്രശ്നമായിരുന്നു എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം. കാരണം അത് എൻ്റെ പ്രശ്നമാണോ, എൻ്റെ മിസ്റ്റേക്കാണോ, അല്ല മറ്റുള്ളവരെ മിസ്റ്റേക്കാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി അത് എൻ്റെ മിസ്റ്റേക്കായിരിക്കാം. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തൊക്കെ ചിന്തിച്ചാലും എന്നെക്കൊണ്ടത് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു കൂട്ടിനകത്ത് നമ്മളൊരു കിളിനെയോ ഏതെങ്കിലും ഒരു മിണ്ടാപ്രാണിയെ കൊണ്ടുപോയിട്ടിട്ട് അതിന് വേണ്ട ആവശ്യമുള്ളപ്പോൾ വല്ലതൊക്കെ തിന്നാൻ കൊടുത്തിട്ട് അതിനൊരു ഫ്രീഡമും ഇല്ലയെന്ന് ഉള്ളൊരവസ്ഥയിൽ ജീവിക്കുന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ വർഷങ്ങൾ. ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ടാണ്, മീൻസ് ഒരു 2 years അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2026 ആക്ച്വലി ഞാൻ കുറച്ച് എൻ്റെ ലൈഫിൽ ചെറിയൊരു മാറ്റം, വലിയ മാറ്റമല്ല, ചെറിയൊരു മാറ്റം കമ്പയർഡ് ടു മൈ പാസ്റ്റ് ലൈഫ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എത്രയോ ഞാൻ ശരിക്കും പറഞ്ഞൊരു സമാധാനമായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുന്ന ഒരു സമയം. അത്രയും കാലം ഞാനൊരു വീർപ്പ് മുട്ടി ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഒന്നിനും എന്നെക്കൊണ്ട് പറ്റാത്തൊരവസ്ഥ. ആ ഒരു കണ്ടീഷനിലൂടെ ഞാൻ വന്ന വഴി അത് ആർക്കറിയില്ല. അത് ഞാൻ മാത്രം അനുഭവിച്ചതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ മാത്രം കുറ്റം പറഞ്ഞവരുണ്ട്, എന്നെ മാറ്റി, അതായത് ഒറ്റപ്പെടുത്തിയവരുണ്ട്. ഓക്കെ, തെറ്റാണ്, അവളാണ് തെറ്റുകാരി, അവളാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഞാൻ കേട്ടതായിട്ടോ അറിഞ്ഞതായിട്ടോ ഒന്നും ഭാവിക്കാതെ എൻ്റെ ലൈഫിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എൻ്റെ ലൈഫ് ബെറ്റർ ആവും ഒരു പ്രതീക്ഷ, ഒരു വിശ്വാസം നമുക്ക് നമ്മളോട് ഉണ്ടാവണമല്ലോ. എന്തൊക്കെ വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ തകർന്ന് തരിപ്പണായ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ തോന്നും ഇന്ന് നീ ഭയങ്കര ആളായിപ്പോയില്ലേന്ന്. അങ്ങനല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ ഭേദമായെന്ന് തോന്നുന്നൊരു സമയമാണിത്. കുറേ കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ പാസ്റ്റ് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ്. അത്രയ്ക്ക് ഞാൻ ചിരിക്കാൻ പോലും മറന്ന് സങ്കടമായിട്ട്, അത്രയും മീൻസ് കരയേണ്ടതായിട്ടുള്ള, പൊട്ടിക്കരയേണ്ട സാഹചര്യത്തിൽ പോലും ഞാൻ കരയാനും അല്ല ചിരിക്കാനും അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കരിങ്കല്ല് പോലെ നിന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ മനസ്സ് തുറന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനതിന് ദൈവം സഹായിച്ച്, ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ ഒരു ചെറിയൊരു രീതിയിലെങ്കിലും എനിക്കൊരു മാറ്റം വന്നതിൽ ഞാൻ എൻ്റെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ്. മാത്രമല്ല, എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ മനസ്സിൽ എന്നെ ഞാൻ തന്നെ നിയന്ത്രിച്ച് കൺട്രോൾ യുവർ സെൽഫ് എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് പല അപകടങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ എന്നെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലുള്ളൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയത്. കാരണം എന്നെ ചുറ്റും എല്ലാവരും ഉപദ്രവിച്ചു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്നെ എല്ലാവരും ടോർച്ചർ ചെയ്തു, എന്നെ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. കുറച്ച് സ്ട്രഗിൾ ചെയ്തു ഞാൻ എല്ലാം കൊണ്ടും. ഫിനാൻഷ്യലായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത്. അത് എൻ്റെ പൊന്നോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അന്ന് എന്നെ സഹായിക്കാനില്ലേ ഒരൊറ്റ ആൾക്കാരില്ല. ഈ എൻ്റെ കുഞ്ഞ് 3 മക്കളെ നോക്കാനോ, നമ്മളാണല്ലോ പടച്ച് വിട്ടത്, അപ്പോൾ നമ്മൾ തന്നെ നോക്കണ്ടേ അത്. അപ്പോൾ എന്നെ
ഒരാളും തിരിഞ്ഞു നോക്കാനുള്ള ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എട്ടും പൊട്ടും അറിയാത്തൊരു നാട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുക. പക്ഷെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന എല്ലാ പരിശ്രമം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി. കാരണം എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എൻ്റെ 3 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അച്ഛൻ്റെ മാത്രമൊന്നും പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തുന്നില്ല. അത് എൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. സോ അവരെ നോക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. അതെൻ്റെ ഒരു കടമയാണ്. അതിന് ഞാൻ എന്നെ പുകഴ്ത്തിയിട്ടൊരു കാര്യമില്ല. അത് കടമയാണ്. പക്ഷേ ആ ഒരു കണ്ടീഷനിൽ എനിക്കങ്ങനെ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ 3 ആളും. അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി ഒരു ജോലിക്കൊക്കെ പോവാമെന്നൊക്കെ പറയണതും ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അന്ന് എന്നെ കൈവിടാതെ നിന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഒരു ഫോൺ കോൾ ആരെങ്കിലും വന്നാൽ മതി, എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ഒരു കോൾ വന്ന് എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആരെന്നെ വിളിച്ചില്ല, ആരെന്നെ തിരിഞ്ഞു വയ്ക്കില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആ കാരണങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ബട്ട് എന്നെ അന്ന് എന്താ പറയുക, സ്നേഹത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കിയ ചില ആൾക്കാരുണ്ട്. ഒന്ന് എൻ്റെ അമ്മ. എൻ്റെ അമ്മനോടില്ല, ഞാൻ മൊബൈൽ റീചാർജ് പോലും ചെയ്യാൻ എൻ്റെ അമ്മനെ വിളിച്ചുകൊണ്ട്, അമ്മേ മൊബൈൽ റീചാർജ് ഇല്ല, തീർന്നമ്മേ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ജിപേ എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. പക്ഷേ എൻ്റെ അമ്മ പൈസ എടുത്ത് കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിലൊരു ചെക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, മോനെ അവൾക്കൊരു റീചാർജ് ചെയ്ത് കൊടുക്കുന്നു പോയി, അവൻ അപ്പം തന്നെ എനിക്ക് റീചാർജ് ചെയ്ത് തരും. ഒരു 300 രൂപയാണ് അമ്മ ആക്ച്വലി അന്ന് റീചാർജ് ചെയ്ത് 300-400ൻ്റെ ഉള്ളിലായിരുന്നു അന്ന്. എവ്രി മന്ത് അമ്മ എനിക്ക് റീചാർജ് ചെയ്ത് തരുമായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനന്ന് ഈ തട്ടിക്കൂട്ട് വീഡിയോസ് എല്ലാം യൂട്യൂബിലിട്ടുണ്ടായിരുന്നതും. ഓക്കെ, അതായിരുന്നു ഏക സമാധാനം. പിന്നെ രണ്ടാമത്തെ ഒരാൾ ഇളയമ്മയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയമ്മയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുന്ന ഒരാൾ ഈ ഒരാളും കൂടിയാണ് രണ്ടാമത്തെ പേഴ്സൺ. എൻ്റെ അമ്മയാണെങ്കിൽ ഓടി വരാനായിട്ട് കുറച്ച് ദൂരം ആയതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ഓടി വരാനൊന്നും പറ്റില്ല. പക്ഷേ എവ്രി മോർണിംഗ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ രാവിലെ വിളിച്ചുണർത്തുന്നത്, എന്നെ വിളിച്ച് കഴിച്ചോ, എന്തെടുക്കുന്നു, ഇങ്ങനെ പറയാനൊരാൾ, പിള്ളേരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചോദിക്കാൻ ഒരാൾ എൻ്റെ അമ്മ. എൻ്റെ അച്ഛന് ശേഷം, എൻ്റെ അച്ഛൻ ഉള്ളപ്പോൾ അച്ഛനായിരുന്നു എന്നെ വിളിച്ചുണർത്തുന്നത്. രാവിലത്തെ ഫോണും ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ വിളിച്ചിട്ട് ഓരോ വിശേഷം, ഭക്ഷണം കഴിച്ചോന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. പിന്നെ നമ്മളുടെ വിഷമങ്ങൾ അങ്ങോട്ടോ അവിടുത്തെ ഇങ്ങോട്ടോ എല്ലാം കേട്ട് ഇങ്ങനെയായിരിക്കും ജീവിതം. അതിനുശേഷം എൻ്റെ അമ്മയാണ് കേട്ടോ ഇന്ന് വരെ എൻ്റെ അമ്മ ആ ഒരു അന്വേഷണം ചെയ്യലുണ്ട്. കാരണം അമ്മ വിളിക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടെ സംസാരിക്കും, ഫോൺ എടുത്ത് ഞാൻ മിണ്ടും. അതത്ര ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതെൻ്റെ അമ്മയല്ലേ ഓർത്തിട്ട് ഞാൻ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇളയമേണ് അടുത്ത ആൾ. ഞാൻ പറഞ്ഞില്ലേ ഇളയമേണ്. പിന്നീട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും വേഗം വന്ന ഒരു അമ്മയെപ്പോലെ നമുക്ക് വേണ്ടതും എൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തി. അവരും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. പിന്നെ ഒരാളുണ്ട്, അതെൻ്റെ അനിയനാണ്. എൻ്റെ അനിയനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു മീൻസ് എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാവും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവനെനിക്ക് വല്ലപ്പോഴൊക്കെ എന്നോട് പണങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. പക്ഷേ എടാ ഞാനിങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യത്തിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും അവനെനിക്ക് കുറച്ച് പൈസ അയച്ചു തരും. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ സ്നേഹിച്ച എൻ്റെ വിളിപ്പുറത്തുണ്ടായിരുന്നു ഉള്ള 3 ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത മുഖങ്ങളാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ 3 കുഞ്ഞു മക്കളെയും കൊണ്ട് ജീവിച്ച കാലഘട്ടത്ത് എൻ്റെ കൂടെ നിന്നവർ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം
അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് എന്നെ തന്നെയാണ്. കാരണം എന്നെ എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ചെറിയ 3 കുഞ്ഞു മക്കൾ, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, അവരെ ശുശ്രൂഷിക്കൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ എൻ്റെ സമനില എന്നെ വിട്ടു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അന്ന് കൂടെ നിൽക്കേണ്ടവരൊന്നും നമ്മളുടെ കൂടെ നിൽക്കുന്നില്ല, കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ഒരു ഇത് കൺട്രോൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ പിടിച്ച് മുറുക്കി അവിടെ നിർത്തി. എന്തൊക്കെ വന്നാലും വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ ജീവിച്ചു പോന്നു. വാടക പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത്. കുറച്ച് വർഷങ്ങളായിട്ട് വാടക കൊടുക്കാനൊന്നുമില്ലായിരുന്നു. കൊടുക്കാൻ പറ്റാതാകുമ്പോഴേക്കും 3 മാസം ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് വേറെ റൂം അന്വേഷിക്കും. അങ്ങനെ ജീവിതം ഇവിടത്തോളം എത്തി. എന്തായാലും ഒരു സമാധാനം എന്ന് വെച്ചാൽ, കമ്പയർ ടു മൈ പാസ്റ്റ് ലൈഫ് ഇപ്പോഴത്തെ നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ്. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ അങ്ങനത്തെ ഒരു കഷ്ടകാലത്തിൽ എൻ്റെ കൂടെ നിന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർ. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാണ്. ഞാൻ ഇങ്ങനെയെല്ലാം സ്ട്രഗിൾ ചെയ്ത് ചിലപ്പോൾ ഇതിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ജീവിച്ച് വന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ ലൈഫ് സ്പെഷ്യലാണ്. അവരവർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്. ഓരോരുത്തരതിനെ എടുക്കുന്ന രീതികൾ ഡിഫറെൻ്റാണ്. എല്ലാവരും ഒരേ രീതിയിൽ എടുത്തുനിന്ന് വരില്ല. പല രീതിയിലായിരിക്കും പല സ്ട്രഗിളും ഉണ്ടാവുന്നത്. ചിലപ്പോൾ ചിലവർ എടുത്ത് ചാടി വല്ല സൂസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് പോകും ഒന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് തോന്നുന്ന ഒരു ഡിസിഷൻ അവരെടുക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ട് അപ്സെറ്റായി, സ്ട്രെസ്സായി. പക്ഷെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എത്രത്തോളം അത് ഹെവിയാണെന്നുള്ളത്. ഭയങ്കരമായിട്ട് അത് എൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി. ഞാനിപ്പോഴും ഭയങ്കര തടിച്ച് കൊടുത്തിരിക്കുന്നല്ല പറയുന്നത്, ഞാനിപ്പോഴും മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ അന്ന് ഞാൻ ഹെൽത്ത് വൈസ്, പക്ഷേ എൻ്റെ എവിടെയോ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്നെ നിർത്തി മര്യാദക്ക്. ഓക്കെ, ഇവിടത്തോളം ദൈവം എത്തിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞതിൽ ആരും വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഐ ആം ഓൾവേസ് ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു.